അതുപോലെ തന്നെ AMD A10 സീരീസ് എന്ന് പറയുമ്പോൾ മിക്ക ആളുകൾക്കും കൺഫ്യൂഷൻ ആയിരിക്കും. അത് നമ്മൾ ഇന്ത്യനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് i5 6th ജനറേഷൻ പ്രോസറിന്റെ പെർഫോമൻസ് ഉണ്ടാവും. അതുമല്ല, ഇതിൽ നമുക്ക് റേഡിയൻ ഗ്രാഫിക്സോട് കൂടിയിട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രോസറാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഏസറിലൊക്കെ നമ്മൾ അതുപോലെ തന്നെ AMD A8 സീരീസിലൊക്കെ വന്നിട്ടുള്ള CPU-ലൊക്കെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ 128ന്റെ SSD കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ആയി കാണും. ഞാൻ മുമ്പൊക്കെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് SSD റേറ്റ് കൂടിയ കാരണം നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വെറും നോർമൽ 500 GB ഹാർഡ് ഡിസ്ക് ആക്കിയിട്ടുള്ളത്. മേ ബി ഭാവിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 128ന്റെ SSD വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് 4 ഹാർഡ് ഡിസ്ക് വെക്കാനുള്ള സ്ലോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോഷോപ്പ്, അതുപോലെ തന്നെ നമുക്ക് കോറൽഡ് ഓട്ടോകാർഡ് ഇങ്ങനെയുള്ള പർപ്പസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഏതാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടാർഗറ്റിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർക്കും കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഏത് രീതിയിലാണെന്നത് ഞാൻ എന്തായാലും വീഡിയോയിൽ പറയാം. ഇത് വരുന്നത് നമുക്ക് ഇതും ഒരു മിനി പാർട്ടി സ്പീക്കറാണ്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ല മോഡലാണ് കേട്ടോ. ഇതിൽ നമുക്ക് പെൻഡ്രൈവ് വരുന്നുണ്ട്, ഒരു SD കാർഡ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് വരുന്നുണ്ട്. ഇതിലും അതേപോലെ തന്നെ നമുക്കൊരു പെൻഡ്രൈവ്, SD കാർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ എന്തായാലും നമ്മളൊരു നല്ല രീതിയിൽ തന്നെ അത് ചെയ്യും കേട്ടോ. അത് ഉറപ്പ് ഞാൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഏതെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് നമ്മൾ ഇതുപോലെ ഉൾപ്പെടുത്തുക. കാരണം നമ്മുടെ വീഡിയോസ് വെറുതെ ആളുകൾ കാണുമ്പോൾ അതൊരു ശരിയായ രീതിയല്ലല്ലോ. കാരണം വെറുതെ നിങ്ങൾ കൂടുതൽ നേരം വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടാവും ചില ആൾ. അതുപോലെ തന്നെ ഇത് നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ ഇതായിരിക്കും ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കമൻറ്റ് ചെയ്തിട്ടുള്ള ആളെ തിരഞ്ഞെടുക്കുന്നത് മെയ് 12-ാം തീയതിയാണ്. മെയ് 12-ാം തീയതിക്ക് ശേഷം വരുന്ന ഏത് വീഡിയോയിലും ഞാൻ ലൈവായിട്ട് നിങ്ങൾക്കതിൽ നമസ്കാരം. ആൾറൗണ്ട് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സെയിൽസ് റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ്. സോ ഇന്ന് നമുക്ക് കുറച്ച് യൂസ്ഡ് ഡെസ്ക്ടോപ്പുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തമ്മിൽ നിങ്ങൾ കണ്ടാവും. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വാങ്ങിക്കുന്ന ഡെസ്ക്ടോപ്പിൻ്റെ കൂടെ നമുക്ക് 2.1 ഹോം തിയേറ്ററുകൾ ഫ്രീ ആണ്. നമ്മളിതിൻ്റെ മുമ്പ് വയർലെസ് കീബോർഡ്, മൗസ് ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഹോം തിയേറ്ററുകൾ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു 2.1 ഹോം തിയേറ്റർ ഇതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ലെഫ്റ്റ് റൈറ്റും 2 സ്പീക്കർ വരുന്നതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഈ ഒരു രീതിയാണ് വരുന്നത്. ഇവിടെ ഒരു സബ് വോളിയം കൺട്രോൾ വരുന്നുണ്ട്. ഫ്രണ്ട് നമുക്ക് ഈ ഒരു രീതിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലാണ് അതിൻ്റെ സബ് വരുന്നത്. അപ്പോൾ ഇത് ഇൻപുട്ട് സോഴ്സ് കാര്യങ്ങൾ വരുന്നത് നമുക്കിതിൽ പെൻഡ്രൈവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്തും വരുന്നുണ്ട്. ഇത് ബ്രാൻഡ് വരുന്നത് ഐബൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്. അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ള ഒരു 2.1 ഹോം തിയേറ്ററാണ്. അപ്പോൾ ഇത് നമുക്ക് ഏതിൻ്റെ കൂടെയാണ് നിങ്ങൾ ആദ്യം ഓർഡർ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മളിത് ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഏതാ നോക്കാം. അടുത്തത് ക്രിയേറ്റീവിൻ്റെ ഒരു ഹോം തിയേറ്ററാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഈ ഒരു രീതിയാണ് വരുന്നത്. ഇതിലും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് റൈറ്റും ഓരോ സ്പീക്കർ വരുന്നുണ്ട്. ഒരു സബ് വോളിയം കൺട്രോൾ വരുന്നുണ്ട്. ഇത് നമുക്കൊരു 12 വോൾട്ട് AC അഡാപ്റ്ററോട് കൂടിയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഈ ഒരു രീതിയാണ് വരുന്നത്. അപ്പോൾ ഇതും നമുക്ക് അത്യാവശ്യം നല്ല ക്രിയേറ്റീവിൻ്റെയാണ്. അത് അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ള ഒരു ഹോം തിയേറ്ററാണ്. അപ്പോൾ നമുക്കിനി അടുത്തത് ഏതാ നോക്കാം. ഞാൻ താഴത്ത് നോക്കേണ്ടത് അടുത്തത് നമുക്ക് ഒരു ക്രിയേറ്റീവിൻ്റെ ഒരു 2.1 ഹോം തിയേറ്ററാണ് വരുന്നത്. ഈ ക്രിയേറ്റീവിൻ്റെ 2.1 ഹോം തിയേറ്റർ യൂസ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ള ഒരു 2.1 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു രീതിയാണ് വരുന്നത്. ഇത് നമുക്ക് സബ് ഒരു വോളിയം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12 വോൾട്ട് AC അഡാപ്റ്ററോട് കൂടിയിട്ടാണ് വരുന്നത്. ഇത് നമുക്കൊരു സ്പീക്കർ വരുന്നുണ്ട്. ഒരു സ്പീക്കർ നമുക്ക് ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷനൊക്കെ ഈ ഒരു സ്പീക്കറിലാണ് വരുന്നത്. പിന്നെ നമുക്ക് അടുത്തതും ഈ ഒരു മോഡലാണ് വരുന്നത്. അപ്പോൾ 2 ഇതേ സെയിം മോഡലാണ്. അത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള എല്ലാ ഡെസ്ക്ടോപ്പിൻ്റെ കൂടി നമുക്ക് 2.1 ഹോം തിയേറ്റർ നമ്മൾ തരുന്നതാണ്. അത് ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് നമ്മൾ ചെയ്ത് തരാം. നമുക്ക് അതിലിപ്പോൾ ഒരു ഐബെല്ല് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കമ്പനിയുടെ ഉള്ളത്. പിന്നുള്ളതൊക്കെ നമുക്ക് ക്രിയേറ്റീവാണ് വരുന്നത്.
അപ്പോൾ ഇത് നിങ്ങൾ ക്രിയേറ്റീവിൻ്റെ 2.1 നിങ്ങൾ ഗൂഗിളിൽ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയാം. നമുക്ക് അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രൈസ് കാര്യങ്ങൾ ഈവൻ ഇതിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്രോസർ ഏതാണ്, സ്റ്റോറേജിന് ഡിസ്ക് ആണോ SSD ആണോ, അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള മോണിറ്റർ, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പ്രൈസ് കാര്യങ്ങളൊക്കെ പറയണതിൻ്റെ മുന്നേ നമുക്ക് പെട്ടെന്ന് വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീഡിയോ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ 40 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ആകുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ളത് പറയണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ അത് ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, കോൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ ലെങ്ത് കൂടി പോണത്. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കത് പാർട്ടായിട്ട് 2 സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 വീഡിയോ ആക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടി സ്പീക്കർ, ഞാനിപ്പോൾ അത് ഏതാണെന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടാർഗറ്റിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർക്കും കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഏത് രീതിയിലാണെന്നൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ പറയാം. ഇത് വരുന്നത് നമുക്ക് ഇതും ഒരു മിനി പാർട്ടി സ്പീക്കറാണ്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ല കേട്ടോ. ഇതിൽ നമുക്ക് പിന്നെ പെൻഡ്രൈവ് വരുന്നുണ്ട്, ഒരു SD കാർഡ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് വരുന്നുണ്ട്. ഇതിലും അതേപോലെ തന്നെ നമുക്കൊരു പെൻഡ്രൈവ് SD കാർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പിന്നെ വീഡിയോ കാണുന്നവർക്ക് തരാമെന്ന് പറഞ്ഞത്, ഏത് രീതിയിലാണെന്നൊക്കെ തന്നെ വീഡിയോൻ്റെ വഴിയിൽ ഞാൻ പറയാം. അപ്പോൾ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പ്രൈസ്, അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങൾ, ഇതൊക്കെ ഏത് രീതിയിലാണ് ഇതിൻ്റെ ഡെലിവറി കാര്യങ്ങൾ, നമ്മുടെ ലൊക്കേഷൻ ഏതാണെന്നൊക്കെയാണ് നമ്മളെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ അറിയിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങാം. ഈ ഒരു ഡെസ്ക്ടോപ്പിൻ്റെ സ്പെക്ക് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് എത്രയും നമുക്ക് നോക്കാം. ഇതാണ് CPU വരുന്നത്. CPU ക്യാബിനറ്റ് വരുന്നത് ഫോക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ക്യാബിനറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ടിവിറ്റി പോർട്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പവർ ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 USB പോർട്ട് വരുന്നുണ്ട്. പിന്നെ യൂസ്വലായിട്ട് വരുന്ന ഒരു ഓഡിയോ, അതുപോലെ തന്നെ ഒരു മൈക്ക് ഇൻപുട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത്. ബാക്ക് സൈഡ് നമുക്ക് ഈ ഒരു രീതിയാണ് വരുന്നത്. ഇവിടെ നമുക്ക് മദർ ബോർഡ് വരുന്നത് ജിഗാബൈറ്റ് മദർ ബോർഡാണ് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ കൂടുതലും ബ്രാൻഡഡ് മദർ ബോർഡുകളും ബ്രാൻഡഡ് CPUകളാണ് ചെയ്യാറുള്ളത്. ക്യാബിനറ്റ് മാത്രം ഇപ്പോൾ ഫോക്സിന് വന്നതുകൊണ്ടാണ്. പിന്നെ ഇതിൽ നമുക്ക് USB പോർട്ട് വരുന്നത് 5 USB പോർട്ട് വരുന്നുണ്ട്. ഒരു 3.1 USB അടക്കം ടോട്ടൽ 7 USB പോർട്ടാണ് വരുന്നത്. ഫ്രണ്ടിൽ 2 വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ VGA വരുന്നുണ്ട്, സീരിയൽ പോർട്ട്, പാരലൽ പോർട്ട്, അതുപോലെ തന്നെ ഒരു HDMI പോർട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഔട്ട് ഫാൻ വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള മോണിറ്റർ ഏതാ നോക്കാം. ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള മോണിറ്റർ ഇതാണ്. ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 50.6 ആണ് വരുന്നത്. പേപ്പർ LED ആണ് വരുന്നത്. ബ്രാൻഡ് വരുന്നത് AOC എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ്. ഇതിൻ്റെ കണക്ടിവിറ്റി പോർട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയാണ് വരുന്നത്. പവർ വരുന്നത് ഈ ഒരു രീതിയാണ്. ഇപ്പോൾ CPUവിൻ്റെ USB പോർട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ, VGA കൊടുത്തു കഴിഞ്ഞാൽ CPU ഓൺ ചെയ്യുന്നതോട് കൂടിയിട്ട് മോണിറ്റർ ഓൺ ആകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പ്ലഗിൽ തന്നെ നമുക്ക് CPU മോണിറ്ററും കൂടി ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ പിന്നെ Windows 10 Pro ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. യൂസ്വലായിട്ട് വരുന്ന എല്ലാ നോർമലി ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസ്, MS ഓഫീസ്, വേർഡ്, എക്സൽ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ നോർമലി ചെയ്തിട്ടാവും നിങ്ങൾക്ക് തരിക. ഇപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് Windows 10 Pro ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ പ്രോസർ വരുന്നത് സെൽട്രോൺ ഡുവൽ കോർ പ്രോസറാണ് വരുന്നത്. 4GB RAM, 5GB ഹാർഡ് ഡിസ്ക്കാണ്. അങ്ങനെയാണ് ഈ ഒരു ഡെസ്ക്ടോപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു ഡെസ്ക്ടോപ്പിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ വർക്ക്, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഓൺലൈൻ ക്ലാസ്, അതുപോലെ തന്നെ നമുക്ക് ഓഫീസ് വർക്ക്, ഓൺലൈൻ യൂട്യൂബ് വീഡിയോസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പർപ്പസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. Windows 10 Windows 10 Pro ഒക്കെ സപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞായിരുന്നു DDR3 ആണ്, 4GB RAM വരുന്നത്, 5GB ഹാർഡ് ഡിസ്ക്കാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും 5000 രൂപയാണ്. സോ ഇത് ഞാൻ പറഞ്ഞായിരുന്നു 5GB ഹാർഡ് ഡിസ്ക്കാണ്, 4GB RAM ആണ്. ഇതിൻ്റെ പർപ്പസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് 500GB ഹാർഡ് ഡിസ്ക്, 4GB റാമിൻ്റെ ഒക്കെ പ്രൈസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കൂടാതെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 2.1 ഹോം തിയേറ്ററും ഫ്രീ ആണ്. ഇതിൽ നമുക്ക് കീബോർഡ് മൗസ് ഓപ്ഷനിലാട്ടോ. അത് നമുക്ക് എല്ലാ CPU-ലും അങ്ങനെ തന്നെയാണ് വരുന്നത്. നമുക്കൊരു 300 രൂപ എക്സ്ട്രാ വരും. ഇപ്പം മിക്ക ആളുകളും പിന്നെ വയേർഡ് കീബോർഡ് മൗസ് യൂസ് ചെയ്യാറില്ല. അതൊക്കെ
വയർലെസ് ആണ് ഉപയോഗിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കാം. ഒരു 400 ഒരു 350 അത്യാവശ്യം കുഴപ്പമില്ലാത്ത വയർലെസ് കീബോർഡ് മൗസും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു ഡെസ്ക്ടോപ്പിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഇതിൽ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏസർ ബ്രാൻഡിൻ്റെ ഒരു ഡെസ്ക്ടോപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് ഏതാണെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് 50.6 മോണിറ്ററാണ് വരുന്നത്. മോണിറ്റർ നമുക്ക് പരിചയപ്പെടാം. CPU ഏതാണെന്ന് നോക്കാം. CPU വരുന്നത് ഈ ഒരു രീതിയാണ്. ഫ്രണ്ട് വരുന്നത് ഇതിൽ നമുക്ക് യൂസ്വലായിട്ട് വരുന്ന 2 USB പോർട്ട് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഒരു മൈക്ക് ഇൻപുട്ട്, ഒരു ഓഡിയോ ഔട്ട്പുട്ടും വന്നിട്ടുണ്ട്. പവർ ബട്ടൺ ഈ ഒരു രീതിയാണ് വരുന്നത്. ഫ്രണ്ട് നമുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ വരുന്ന CPU-ൻ്റെ അകത്തൊന്നും നമുക്ക് DVD റൈറ്റർ വരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DVD റൈറ്റർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 300 രൂപ വരും. അത് നമുക്ക് ഏത് CPU ആണെങ്കിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് ഈ ഒരു രീതിയാണ്. ബാക്ക് സൈഡ് നമുക്ക് നോക്കാം. ബാക്ക് സൈഡ് നമുക്ക് ഈ ഒരു രീതിയാണ് വരുന്നത്. ഇത് നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നു ഏസർ ബ്രാൻഡിൻ്റെ തന്നെ പിന്നെ മദർ ബോർഡും അതുപോലെ തന്നെ ഏസർ ബ്രാൻഡ് പവർ സപ്ലൈ കാര്യങ്ങളൊക്കെ ഈ ഏസർ ബ്രാൻഡ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ പോർട്ട് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് വരുന്നത്. ഇത് നമുക്ക് ബാക്കിൽ 8 USB പോർട്ട് വരുന്നുണ്ട്. 3.1-ൻ്റെ 2 USB ബ്ലൂ കളർ വരുന്നുണ്ട്. അതുപോലെ തന്നെ യൂസ്ഫുള്ളായിട്ട് വരുന്ന പാരൽ പോർട്ട്, സീരിയൽ പോർട്ട്, VGA, PS2 കീബോർഡ് മൗസ് സ്ലോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 10 USB പോർട്ട് വരുന്ന ഒരു CPU ആണ്. ഈ 10 USB പോർട്ട് ഞാൻ മിക്ക വീഡിയോയിലും പറയുമ്പോൾ മിക്ക ആളുകളും കമൻറ്റ് ചെയ്യാറുണ്ട്. ഇതുപോലുള്ള നമുക്ക് മാർക്കറ്റിൽ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു USB പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ജംഗ്ഷനായിട്ട് 4 USB പോർട്ട് വരുന്ന ഒരു ഡിവൈസുകളുണ്ടല്ലോ. പക്ഷേ അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് ചിപ്സെറ്റിൽ നിന്ന് നേരിട്ട് വരുന്നതാണ്. അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ജംഗ്ഷൻ വരുന്നതാണ്. അത് കോപ്പി ചെയ്യുമ്പോൾ നമുക്കത് എന്തായാലും അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 10 USB പോർട്ട് വരുന്നതാണെന്ന് പറഞ്ഞത്. ഈ 10 USB പോർട്ട് വരുന്നത് മദർ ബോർഡിൽ നിന്ന് സെപ്പറേറ്റ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡെസ്ക്ടോപ്പിൽ ഞാൻ ജസ്റ്റ് Windows 10 Pro ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തിട്ടുള്ളത് 500 GB ഹാർഡ് ഡിസ്ക്കാണ്. പിന്നെ 4 GB റാമാണ് വരുന്നത്. ഇതിൻ്റെ പ്രോസർ വരുന്നത് AMD A10 സീരീസിൽ വരുന്ന പ്രോസറാണ്. HD റേഡിയൻ ഗ്രാഫിക്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ വരുന്നത് 20 ഇഞ്ചോ അല്ലെങ്കിൽ 90.5 മോണിറ്റർ ആയിരിക്കും. അത് ഏസറോ അല്ലെങ്കിൽ ഡെല്ലോ അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസ് എത്രയും നോക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 7500 രൂപയാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു 2.1-ൻ്റെ ഹോം തിയേറ്റർ ഉണ്ടായിരിക്കും. കീബോർഡ് മൗസും ഓപ്ഷനിലാണ്. അങ്ങനെയാണ് ഈ ഒരു ഡെസ്ക്ടോപ്പിൻ്റെ വിശേഷം. നമുക്ക് അടുത്തത് ഏതാണെന്ന് നോക്കാം. അടുത്തത് വരുന്നത് ഏസർ ബ്രാൻഡിൻ്റെ ഒരു ഡെസ്ക്ടോപ്പാണ്. അപ്പോൾ മിക്ക ആളുകളും നമ്മുടെ അടുത്ത് മിനി CPU ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് യൂസ് ചെയ്യുക. ഒരു നാനോ ടൈപ്പാണ് വരുന്നത്. ബെഡ് ടൈപ്പ് CPU ആണ് വരുന്നത്. ക്യൂട്ടായിട്ടൊരു CPU ആണ്. അപ്പോൾ ഈ ഒരു CPU-ൻ്റെ ഫ്രണ്ടേജ് ഈ ഒരു രീതിയാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു 4i3-യുടെ ഒരു സ്റ്റിക്കർ വന്നിട്ടുണ്ട്. പവർ ബട്ടൺ ഈ രീതിയാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ 4 USB പോർട്ട് വരുന്നുണ്ട്. യൂസ്ഫുള്ളായിട്ട് വരുന്ന മൈക്ക് ഇൻപുട്ട്, ഓഡിയോ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയാണ് ഫ്രണ്ട് വരുന്നത്. ബാക്ക് സൈഡ് നമുക്ക് ഏത് രീതിയിലാണ് നോക്കാം. ബാക്ക് സൈഡ് നമുക്ക് ഈ ഒരു രീതിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് 1, 2, 3, 4, 5, 6 USB പോർട്ട് വരുന്നുണ്ട്. ബാക്കിൽ ഫ്രണ്ടിൽ 4 വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ടോട്ടൽ 10 USB പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ ഒരു SATA പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ഡിസ്പ്ലേ പോർട്ട് വരുന്നുണ്ട്. ഒരു DVI പോർട്ട്, ഒരു പിന്നെ VGA പോർട്ടും വന്നിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് യൂസ്ഫുള്ളായിട്ട് വരുന്ന ഒരു മൈക്ക് ഇൻപുട്ട്, ഒരു ഓഡിയോ ഔട്ട്പുട്ട്, ഒരു ഓഡിയോ ഇൻപുട്ടും വന്നിട്ടുണ്ട്. അത് നമുക്ക് മുമ്പ് പറഞ്ഞ CPU-ലും അതേപോലെ തന്നെ. ബാക്ക് സൈഡ് ഈ ഒരു രീതിയാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ വരുന്ന മോണിറ്റർ ഞാൻ പറഞ്ഞായിരുന്നു 90.5 അല്ലെങ്കിൽ 90 അല്ലെങ്കിൽ 80.5 മോണിറ്റർ ആയിരിക്കും. അപ്പോൾ ഇതും നമുക്ക് യൂസ് ചെയ്തിട്ടുള്ള പ്രോസർ ഏതാണ്, റാം ഏതാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതും ഞാൻ പിന്നെ Windows 10 Pro ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. യൂസ്വലായിട്ട് വരുന്ന ഡ്രൈവേഴ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ MS ഓഫീസ്, ഫോട്ടോഷോപ്പ്, വീഡിയോ എഡിറ്റിംഗ് അങ്ങനെ നോർമലി ചെയ്യുന്ന അഡോബിൻ്റെ എല്ലാ സോഫ്റ്റ്വെയർസും ചെയ്തിട്ടായിരിക്കും എല്ലാ CPU-ൻ്റെ അകത്തും നമ്മൾ ചെയ്തിട്ട് തരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് Windows 10 Pro ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനും നമ്മൾ ഇതിൻ്റെ പ്രോസർ വരുന്നത് Core i3 ഫസ്റ്റ് ജനറേഷൻ പ്രോസറാണ് വരുന്നത്. 500 GB ഹാർഡ് ഡിസ്ക്കാണ് വരുന്നത്. 4 GB റാമാണ് വരുന്നത്. അങ്ങനെയാണ് ഈ ഒരു CPU-ൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത്, ഇതും നമുക്ക് പ്രൈസ് വരുന്നത് 6500 രൂപയാണ്. ഇതിൻ്റെ കൂടി നമുക്ക് 2.1-ൻ്റെ ഒരു ഹോം തിയേറ്റർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എല്ലാ ഡെസ്ക്ടോപ്പിൻ്റെ കൂടി ഒരു 2.1-ൻ്റെ ഹോം തിയേറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡെസ്ക്ടോപ്പ് ഏതാ നോക്കാം. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് Lenovo ബ്രാൻഡിൻ്റെ ഒരു ഡെസ്ക്ടോപ്പാണ്. ഇത് നമുക്ക് ഫ്രണ്ട് ഈ ഒരു രീതിയാണ്
വന്നിട്ടുള്ളത്. ആക്ച്വലി ഇതും നമ്മളുടെ മുമ്പ് പിന്നെ 2-3 വീഡിയോൻ്റെ മുമ്പ് നമ്മൾ ഈ ഒരു സെയിം വേരിയന്റ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഫ്രണ്ട് ഈ രീതിയാണ് വരുന്നത്. ഇതിലും നമുക്ക് ഫ്രണ്ടിൽ 4 USB പോർട്ട് വരുന്നുണ്ട്, ഒരു മൈക്ക് ഇൻപുട്ട്, പിന്നെ ഒരു ഓഡിയോ ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഈ ഒരു രീതിയാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത്. പവർ ബട്ടൺ കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ ഏസറിൻ്റെ പോലെ തന്നെ ഒന്നുകൂടി ഷോർട്ടായിട്ടുള്ള ഒരു മിനി CPU ആണ് വന്നിട്ടുള്ളത്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയില്ല, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ചെറിയ ക്യൂട്ടായിട്ടുള്ളൊരു CPU ആണ്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് നമുക്ക് ഈ ഒരു രീതിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ടോട്ടൽ 4 USB പോർട്ട് ബാക്കിൽ വന്നിട്ടുണ്ട്, ഫ്രണ്ടിലും 4 വന്നിട്ടാണ്. ടോട്ടൽ 8 USB പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ യൂസറായിട്ട് വരുന്ന ഒരു എതർനെറ്റ്, പിന്നെ ഒരു PS2 മൈക്ക്, കീബോർഡ്, മൗസ് വന്നിട്ടുണ്ട്, ഒരു സീരിയൽ പോർട്ട്, ഒരു VGA പോർട്ട്, പിന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഒരു മൈക്ക് ഇൻപുട്ട്, ഒരു ഓഡിയോ ഔട്ട്പുട്ട്, ഒരു ഓഡിയോ ഇൻപുട്ടും വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള മോണിറ്റർ നമുക്ക് ഈ ഒരു മോണിറ്ററാണ് ഉണ്ടാകുക. ലെനോവോ ബ്രാൻഡിൻ്റെ അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്ലിം മോണിറ്ററാണ്. ഫുൾ HD വീഡിയോസൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു മോണിറ്ററാണ്. ലെനോവോ ബ്രാൻഡ് തന്നെയാണ് വരുന്നത്. ഈ ഒരു CPU കൂടെ വന്നിട്ടുള്ള മോണിറ്ററാണ്. സൈസ് വരുന്നത് 20 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസർ ഏതാണ്, ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതും നമ്മൾ വിൻഡോസ് 10 Pro ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ മുമ്പത്തേക്ക് CPU പറഞ്ഞ പോലെ തന്നെ നോർമലി ചെയ്യുന്ന എല്ലാ ഡ്രൈവേഴ്സും സോഫ്റ്റ്വെയർസും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാവും തരിക. അപ്പോൾ ഇതിൻ്റെ പ്രോസർ ഏതാണെന്നുള്ളത് ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. AMD A10 Pro സീരീസിൽ വരുന്ന പ്രോസറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ AMD A10 സീരീസ് എന്ന് പറയുമ്പോൾ മിക്ക ആളുകൾക്കും കൺഫ്യൂഷൻ ആയിരിക്കും. അത് നമ്മൾ ഇന്ത്യനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് i5 6th ജനറേഷൻ പ്രോസറിന്റെ പെർഫോമൻസ് ഉണ്ടാകും. അതുമല്ല, ഇതിൽ നമുക്ക് റേഡിയന്റ് ഗ്രാഫിക്സോട് കൂടിയിട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രോസറാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഏസറിലൊക്കെ നമ്മൾ അതുപോലെ തന്നെ AMD A8 സീരീസിലൊക്കെ വന്നിട്ടുള്ള CPU-ലൊക്കെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ 128-ന്റെ SSD കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ആയി കാണും. ഞാൻ മുമ്പൊക്കെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് SSD റേറ്റ് കൂടിയ കാരണം നമുക്കത് പിന്നെ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വെറും നോർമൽ 500 GB ഹാർഡ് ഡിസ്ക് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് മേ ബി ഭാവിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 128-ന്റെ SSD വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് 4 ഹാർഡ് ഡിസ്ക് വെക്കാനുള്ള സ്ലോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോഷോപ്പ്, അതുപോലെ തന്നെ നമുക്ക് കോറൽ, ഓട്ടോകാഡ് ഇങ്ങനെയുള്ള പർപ്പസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് ഞാൻ പറഞ്ഞായിരുന്നു. 500 GB ഹാർഡ് ഡിസ്ക് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 4 GB RAM ആണ്. AMD A10 സീരീസിൽ വരുന്ന പ്രോസറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള മോണിറ്റർ വരുന്നത് 20 ഇഞ്ചിൻ്റെ ലെനോവോ ബ്രാൻഡിൻ്റെ മോണിറ്ററാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 8500 രൂപയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കീബോർഡ്, മൗസ് ഓപ്ഷനിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു 2.1-ന്റെ ഹോം തിയേറ്റർ ഉണ്ടാകും. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഏതാണെന്നുള്ളത് നോക്കാം. നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഏത് രീതിയിലാണ് ഇതിൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ അറിയിക്കട്ടെ. നമ്മൾ അതുപോലെ തന്നെ നമ്മളൊരു സസ്പെൻസ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു, സ്പീക്കറിൻ്റെ കാര്യം. അതൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഞാനിപ്പോൾ ഈ ഒരു 2 CPU കൂടി പരിചയപ്പെടുത്തിയതിന് ശേഷം നമുക്കത് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പരിചയപ്പെടാനുള്ളത് ലെനോവോ ബ്രാൻഡിൻ്റെ ഒരു CPU ആണ്. ഇത് ക്യാബിനറ്റ് മാത്രം ലെനോവോ ബ്രാൻഡാണ് വരുന്നത്. ഇത് മദർ ബോർഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് Gigabyte ആണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് ഈ ഒരു രീതിയാണ്. ഇവിടെ ഫ്രണ്ടിൽ 2 USB പോർട്ട് വരുന്നുണ്ട്, ഒരു മൈക്ക് ഇൻപുട്ട്, ഒരു ഓഡിയോ ഔട്ട്പുട്ട് വരുന്നുണ്ട്, ഒരു DVD റൈറ്റർ വന്നിട്ടുണ്ട്. പവർ ബട്ടൺ നമുക്ക് ഈ ഫ്രണ്ടിൽ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ബാക്ക് സൈഡ് നമുക്ക് ഏത് രീതിയിലാണ് നോക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് നമുക്ക് ഈ ഒരു രീതിയാണ്. ഞാൻ പറഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് Gigabyte-ന്റെ മദർ ബോർഡാണ്. 110 ആണ് മദർ ബോർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു വൈഫൈയുടെ അഡാപ്റ്റർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രാഫിക്സ് കാർഡ് വന്നിട്ടുണ്ട്. HDMI ഔട്ടോട് കൂടിയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. അതുപോലെ തന്നെ SMBS കാര്യങ്ങളൊക്കെ ബ്രാൻഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി സ്പെക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൻ്റെ പ്രോസർ വരുന്നത് i7 7th ജനറേഷൻ പ്രോസറാണ് വരുന്നത്. DDR4 8 GB RAM ആണ് വരുന്നത്. 512 GB ആണ് SSD വരുന്നത്. നോർമൽ അഡീഷണൽ ഒരു 1 TB ഹാർഡ് ഡിസ്കും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ DVD റൈറ്റർ വരുന്നുണ്ട്. 110 ആണ് പ്രോസർ വരുന്നത്. i7 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള മോണിറ്റർ നമുക്ക് വ്യൂസോണിക്കിൻ്റെ മോണിറ്ററാണ്. അപ്പോൾ ബ്രാൻഡഡ് ആണ് കേട്ടോ. വ്യൂസോണിക്ക് അറിയുന്നവർക്ക് അറിയാം. ഇത് നമുക്ക് സ്ലിം ആയിട്ടുള്ളൊരു മോണിറ്ററാണ് വരുന്നത്. ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് നമുക്ക് 22 ഇഞ്ചാണ് വരുന്നത്. സ്ലിം മോണിറ്ററാണ് വരുന്നത്. HDMI VGA ഒക്കെ വരുന്ന മോണിറ്ററാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ HDMI കേബിളോട് കൂടിയിട്ടാവും തരിക. അങ്ങനെയാണ് ഈ ഒരു ഡെസ്ക്ടോപ്പിൻ്റെ വിശേഷങ്ങൾ. ഇതിൻ്റെ കൂടെ നമുക്കൊരു 2.1-ന്റെ ഹോം തിയേറ്റർ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 18,500 രൂപയാണ്. പ്രൈസ് കൂടുതലല്ല. ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാം. i7 ആണ് പ്രോസർ വരുന്നത്. അതുപോലെ തന്നെ 512 GB SSD ഉണ്ട്. 512 GB SSD കാര്യം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഫോൺ എടുത്ത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും.
അതുപോലെ തന്നെ അഡീഷണൽ 1 TB ഹാർഡ് ഡിസ്ക് ഉണ്ട്. പിന്നെ DDR4 8GB റാം. പ്രോസറിനാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. i7 ആണ് പ്രോസർ വരുന്നത്, അതും 7th ജനറേഷന്. അതുകൊണ്ടാണ് റേറ്റ് കൂടുതലല്ല, അത് അറിയുന്നവർക്ക് അറിയാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു CPU കൂടി ഉണ്ട്. അത് നമ്മൾ ഒരു ഡെല്ലാണ്, അത് എന്താണെന്നുള്ളത് കൂടി കാണിക്കാം. അതിന് ശേഷം നമ്മൾ ആ സ്പീക്കറിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഈ ഒരു CPU കുറിച്ചിട്ട് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഡെല്ല് ബ്രാൻഡിൻ്റെ CPU ആണ് വരുന്നത്. ഇത് ബാക്ക് സൈഡ് നമുക്ക് ഈ ഒരു രീതിയാണ് വരുന്നത്. പിന്നെ 1 2 3 4 USB പോർട്ട് വരുന്നുണ്ട്. 2 ബ്ലൂ വരുന്ന 3 USB പോർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നോർമലി വരുന്ന VGA പോർട്ട് വരുന്നുണ്ട്, ഒരു HDMI പോർട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ ഇത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കൂടുതലായിട്ട് ഇത് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ സ്മാർട്ട് TV ഉള്ള ആളുകൾക്കൊക്കെ മോണിറ്റർ വാങ്ങേണ്ട ആവശ്യമില്ല. HDMI വഴി നമുക്ക് TV കണക്ട് ചെയ്യാം. i3, i5, i7 ഭാവിയിൽ നമുക്ക് പ്രോസർ അപ്ഗ്രേഡ് ചെയ്യുക. H81 ആണ് ചിപ്സെറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു CPU ആണ്. നമുക്കിതിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു CPU ആണ്. ഇതിൽ നമുക്ക് ഒരുവിധം നമുക്കിപ്പോൾ നിലവിലുള്ള ഫോട്ടോഷോപ്പ്, വീഡിയോ എഡിറ്റിംഗ്, അതുപോലെ തന്നെ ഓൺലൈൻ വർക്ക് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത് മതി. ഒരു വയർലെസ് കീബോർഡ്, മൗസ്, വയർഡാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ ഇതുപോലുള്ള സ്മാർട്ട് TV ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് TVയുടെ താഴെ വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 6000 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ബയോലല്ല യൂട്യൂബിലോ അധികം പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഐ ബട്ടണിലോ അല്ലെങ്കിൽ എവിടെയൊക്കെ ആയിട്ട് ഞാൻ പേസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ കയറി കാണുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെലിവറി ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണെന്നുള്ളത് നോക്കാം. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വെല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോ കാണുന്ന ആളുകൾക്ക് അത് അറിയുന്നുണ്ടാവും, പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എല്ലാ CPU പരിചയപ്പെടുത്തുമ്പോൾ ഞാനത് പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വെല്ലപ്പുഴ എന്ന സ്ഥലത്താണ്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വരുന്നത് പട്ടാമ്പി 12 കിലോമീറ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു 12 കിലോമീറ്ററാണ് വരുന്നത്. ഇത് നമുക്ക് കൊറിയർ പോസിബിൾ അല്ല. കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റർ ഡാമേജ് ആവാൻ ചാൻസ് ഉള്ളത് കാരണം നമുക്കത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ലൊക്കേഷനിൽ ഒന്ന് വാങ്ങിക്കാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷനിൽ ഞാൻ കൊണ്ടുവന്ന് തരാം. അപ്പോൾ നമുക്കൊരു ട്രാവലിംഗ് ചാർജ് ഒരു 300 രൂപ വരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മളെ ഷൊർണൂർ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 200 കിലോമീറ്റർ ചുറ്റളവിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇത് കൊണ്ടുവന്ന് തരാം. ഒരു ട്രാവലിംഗ് ചാർജ് ഒരു 300 രൂപ വരും. മറിച്ച് നമുക്ക് CPU മാത്രമാണെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്യട്ടെ, കേരളത്തിൽ എവിടെയും നമ്മൾ കൊറിയർ ചെയ്യുക, അതും നമുക്കൊരു 300 രൂപ കൊറിയർ ചാർജ് വരും. അതുമല്ല, നിങ്ങൾ ഒരു 50 കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഓഫീസിലാണെങ്കിലോ വീട്ടിലാണെങ്കിലോ അവിടെ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിത് എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ ഒരിക്കലും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, കോൾ ചെയ്യുക ചെയ്യരുത്. ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ യൂട്യൂബിൽ, ഫേസ്ബുക്കിലൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാലത്തായിരിക്കും ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ ഇത് കമൻറ്റ് ബോക്സ് നോക്കിയതിന് ശേഷം നിലവിൽ സോൾഡ് ആണോ എന്താണ് ഇതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് നോക്കിയതിന് ശേഷം വാട്സപ്പിൽ മെസ്സേജ് അയക്കും കാര്യങ്ങളും ചെയ്യുക. ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഡെസ്ക്ടോപ്പിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഹോം തിയേറ്ററുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഡെസ്ക്ടോപ്പിൻ്റെ കൂടി അങ്ങനെ വരാറില്ല. അപ്പോൾ ഇപ്പോൾ ഈ ചെയ്ത വീഡിയോയിൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ ഒരിക്കലും വാട്സപ്പിൽ മെസ്സേജ് അയക്കും കോൾ ചെയ്യും ചെയ്യരുത്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡെസ്ക്ടോപ്പിൻ്റെയൊക്കെ സ്റ്റാറ്റസുകൾ ഞാൻ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിലവിൽ സോൾഡ് ആണോ എന്താണെന്നുള്ളതൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഏതാ നോക്കാം. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പാർട്ടി സ്പീക്കർ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് എന്നുള്ളത് നിങ്ങൾ പിന്നെ നമ്മൾ തൊട്ട് മുമ്പ് ഒരു 2 വീഡിയോക്ക് മുമ്പ് നമ്മളൊരു ഗിവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു DVD വിത്ത് ഹോം തിയേറ്റർ. അത് ഞാൻ ശരിക്ക് ഗിവ് അവേ ചെയ്ത സമയത്ത് ഞാൻ അതിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സബ്സ്ക്രൈബേഴ്സിനെ തിരഞ്ഞെടുത്തിട്ട് അതിലൊരാൾക്ക് കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് നമ്മൾ ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ ഒക്കെ കുറേ പിന്നെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കുറേ മാറ്റങ്ങൾ വന്നത് കാരണം എനിക്കത് പിന്നെ ശരിക്ക് അതിൽ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് ഫാൾട്ട് പറ്റിയിട്ടുണ്ട്. കാരണം കുറേ ആളുകൾ പ്രൈവറ്റ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പേഴ്സണൽ പിന്നെ പബ്ലിക്കായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് ആരെന്നെയാണോ അത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ ഒരുവിധം തിരഞ്ഞെടുത്തിട്ട് ഒരു വ്യക്തിക്ക് കണ്ടുപിടിച്ചു, ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളത് പുള്ളിക്ക് അത് വലിയ ഹാപ്പിയൊന്നുമില്ല, പുള്ളി ആ വീഡിയോ കണ്ടിട്ടില്ല. പുള്ളി മുമ്പേ അത് പ്രൊജക്ടറിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തതാണ്. അപ്പോൾ പുള്ളിക്ക് ഞാൻ മെസ്സേജ് അയച്ചു, പുള്ളി എനിക്ക് റീപ്ലൈ തന്നപ്പോൾ ഞാൻ പുള്ളിനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഒരു ഹാപ്പിയൊന്നുമില്ല. പുള്ളി അത്
കൊറിയർ ചെയ്യാനാണ് പറഞ്ഞത്. കാരണം ഇവിടെ പിന്നെ വടക്കാഞ്ചേരി അടുത്താണ്, നമ്മളെ ഈ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി എന്ന സ്ഥലത്തുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിക്ക് ഇങ്ങോട്ട് വരാനുള്ളതുണ്ട്, നമ്മൾ ഷൊർണൂർ അടുത്താണല്ലോ. അപ്പോൾ പുള്ളി വലിയ ആപ്പൊന്നുമില്ല. പിന്നെ പുള്ളിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊറിയർ അയക്കുകയാണെങ്കിൽ പേയ്മെൻറ്റ് തരണം എന്നൊക്കെ പറഞ്ഞൊരു 300 രൂപ കൊറിയറൊക്കെ ചെയ്ത് കൊടുത്തു ഞാൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അർഹതപ്പെട്ട ആളുകൾക്ക് അത് കിട്ടാതിരുന്നു. കാരണം പുള്ളി ആ വീഡിയോ കണ്ടില്ല, പുള്ളിൻ്റെ വീഡിയോ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും കണ്ടില്ല. പ്രൊജക്ടറിൻ്റെ വീഡിയോ കണ്ട സമയത്ത് പുള്ളി തന്നെ പറഞ്ഞു അന്ന് എന്നോ സബ്സ്ക്രൈബ് ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് ഏത് രീതിയിലാണ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത് ഏത് രീതിയിലാണെന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ഈ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് ചെയ്താൽ മതി. അത് കമൻറ്റ് ചെയ്യേണ്ടത് ഫോർമാറ്റ് ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു CPU ഇപ്പോൾ നമ്മൾ പറയാമല്ലോ, ഇന്ന് ചെയ്ത ലെനോവോയുടെ CPU ഡെസ്ക്ടോപ്പ് പറഞ്ഞല്ലോ, ലെനോവോയുടെ i7, അതിൻ്റെ പ്രൈസ് എത്രയെന്ന് പറഞ്ഞു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്താ ഇതിൽ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്നുള്ളൊരു തെളിവും കൂടി ആകുമ്പോൾ നമുക്കത് അർഹതപ്പെട്ട ഒരാൾക്കാവും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടാകും. അപ്പോൾ ഞാനിത് ഏത് രീതിയിലാണ് ഇത് വിന്നറെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാവും നിങ്ങളുടെ കൺഫ്യൂഷന്. അത് ഞാൻ പിന്നെ ഏത് രീതിയിലാണ് പോയി കാണിക്കാം. കാരണം നമുക്കിത് അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ എത്തും എന്നുള്ള ഉറപ്പാണ്. നമ്മളെ വീഡിയോ കാണുന്ന ആളുവാണെങ്കിൽ നമുക്കൊരു പിന്നെ അത് നല്ലൊരു സംഭവമാണല്ലോ. അത് നേരെ മറിച്ച് നമ്മൾ ഏതെങ്കിലും കാലത്ത് സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് കിട്ടുമ്പോൾ അത് അറിയാത്ത ഒരാളാകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കാര്യം ചെയ്യാം, കമ്പ്യൂട്ടറിൽ കാണിക്കുന്നില്ല, ഫോണിൽ തന്നെ കാണിക്കാം. കമ്പ്യൂട്ടറിൽ വേണ്ട, ഫോണിൽ കാണിക്കാൻ. അപ്പോൾ ഇത് ഗൂഗിളിൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റും ഗൂഗിളിൽ തന്നെ നമ്മൾ യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് കേട്ടത്. അല്ലാതെ നമുക്കിതിലൊരു മാറ്റങ്ങളൊന്നും വരുത്താനും കഴിയില്ല നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വിന്നറെ ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ അടുത്ത വീഡിയോയിൽ ഞാനത് കാണിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് വരുന്നത് നമ്മളത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയണം. കാരണം യൂട്യൂബിലാവുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ചില ആളുകൾ മാസങ്ങൾ കഴിഞ്ഞാലൊക്കെ കാരണം ചിലപ്പോൾ വീഡിയോ കാണുക. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് മെയ് 2-ാം തീയതിയാണ്. വർഷം വരുന്നത് 2026. അപ്പോൾ നമ്മൾ ഈ കമൻറ്റ് ചെയ്തിട്ടുള്ള ആളെ തിരഞ്ഞെടുക്കുന്നത് മെയ് 12-ാം തീയതിയാണ്. മെയ് 12-ാം തീയതിക്ക് ശേഷം വരുന്ന ഏത് വീഡിയോയിലും ഞാൻ ലൈവായിട്ട് നിങ്ങൾക്കതിൽ ആ വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കും. അപ്പോൾ ഞാൻ ഏത് രീതിയിലാണെന്ന് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ എൻ്റെ ചാനൽ കയറിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് ആ ഒരു കമൻറ്റ് ബോക്സിലുള്ള മെസ്സേജ് ചെയ്ത ആളുകളെ എങ്ങനെ സെലക്ട് ചെയ്യുക, അതിൽ നിന്ന് എങ്ങനെ ഒരാളെ പിന്നെ വിന്നറാക്കുക എന്നുള്ളതൊക്കെ വേഗം. അപ്പോൾ നമുക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള കമൻറ്റിൽ നിന്ന് ഒരു ആളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തു, നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു വീഡിയോസ് തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇപ്പോൾ നമ്മളെ വീഡിയോസുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ഒരു കൂടുതൽ കമൻറ്റ് വന്നിട്ടുള്ളൊരു വീഡിയോസ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോസ് എടുത്തിട്ടുള്ള ഒരു 52 കമൻറ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോസാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു വീഡിയോസ് ടാപ്പ് ചെയ്തു. വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൊജക്ടറുകൾ വന്ന് അപ്പോൾ ഈ ഒരു വീഡിയോസാണ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ പോണത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോസിൻ്റെ താഴെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും 181 ലൈക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 52 കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 52 കമൻറ്റിൽ നിന്ന് പിന്നെ ഇതിൽ നിന്നൊരു വ്യക്തിയെ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോസ് അല്ല ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസിൽ വരുന്ന കമൻറ്റ് ബോക്സിൽ വരുന്ന ആളെയാണ് നമ്മൾ വിന്നറായിട്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഈ രീതിയിലാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ തൊട്ടടുത്ത് ഷെയർ ബട്ടൺ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാണ്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഇനി സെർച്ച് ബാറിൻ്റെ അകത്ത് യൂട്യൂബ് റാൻഡം കമൻറ്റ് പിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ ഫസ്റ്റ് കാണുന്ന ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യുക. ഇത് യൂട്യൂബിൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അപ്പോൾ ഇനി നമ്മൾ ആ യൂട്യൂബിൽ നമ്മൾ കോപ്പി ചെയ്ത ലിങ്കിനെ നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തു. ഇപ്പോൾ നമ്മൾ ആ കോപ്പി ചെയ്ത വീഡിയോസിൻ്റെ ഡീറ്റെയിലൊക്കെ ഇവിടെ പേസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 52 കമൻറ്റ്, അതുപോലെ തന്നെ 7892 വ്യൂസ്, 181 ലൈക്ക് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ കമൻറ്റ് ബോക്സിൽ വന്ന ആളെ എങ്ങനെയാണ് ഇനി കണ്ടെത്താമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ തൊട്ട് താഴെ ലോഡ് കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്ത സമയത്ത് അത് ലോഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു വിന്നറെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഓട്ടോമാറ്റിക് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 52 കമൻറ്റിൽ ആരാണ് വിന്നർ എന്നുള്ളത് കണ്ടെത്തും. ഇപ്പോൾ നമുക്കത് ഇവിടെ വന്നിട്ടുണ്ട്. തൊട്ട് താഴെ ഇവിടെ നമുക്ക് കൺഫേം എന്നുള്ളൊരു ബട്ടൺ വന്നിട്ടുണ്ട്, അതൊന്നും കൂടി ക്ലിക്ക് ചെയ്യാണ്. എല്ലാ 52 കമൻറ്റ് വന്നിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും പേര് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്.
സെൽഫ് കമൻറ്റ് ഇതിൽ ഉൾപ്പെടുത്താതെയാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നോക്കി ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ട് കൊടുക്കുകയാണ്, തൊട്ട് താഴെ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ അതിൽ നിന്നൊരു വിന്നറെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിൽ ആരാണ് എന്നുള്ളത് ഇപ്പോൾ അറിയാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ വിന്നറെ കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലെനോവ PCയുടെ പ്രൈസ് എത്രയാണെന്നുള്ളത് ടൈപ്പ് ചെയ്യുക. ആ വ്യക്തികളായിരിക്കും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുക. ഇപ്പോൾ ഈ ഒരു ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് ഇത് ഷെയർ ആയിട്ട് പോകും. പുള്ളി ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു പ്രോസസ്സിങ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ഇമേജ് എന്നുള്ളൊരു ബട്ടൺ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ ഒരു പേജ് നമുക്ക് പുള്ളിയുടെ പ്രൊഫൈലിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വിന്നറെ കണ്ടെത്തുക. ഞാനെന്തായാലും വിന്നറെ തിരഞ്ഞെടുത്തതിന് ശേഷം ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഫസ്റ്റ് പിൻ ചെയ്ത് വെക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾ 12-ാം തീയതിക്ക് ശേഷം ഈ ഒരു വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലാന്നുണ്ടെങ്കിൽ 12-ാം തീയതിക്ക് ശേഷം വരുന്ന വീഡിയോ ഏതാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അതിലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമ്മളതൊരു നല്ല രീതിയിൽ തന്നെ അത് ചെയ്യും കേട്ടോ, അത് ഉറപ്പ് ഞാൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഗാഡ്ജറ്റ്സ് നമ്മൾ ഇതുപോലെ ഉൾപ്പെടുത്തുക. കാരണം നമ്മുടെ വീഡിയോസ് വെറുതെ ആളുകൾ പിന്നെ കാണുമ്പോൾ അതൊരു ശരിയായ രീതിയല്ലല്ലോ. കാരണം വെറുതെ നിങ്ങൾ കൂടുതൽ നേരം വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടാവും ചില ആൾ. അതുപോലെ തന്നെ ഇത് നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ ഇതായിരിക്കും ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പറഞ്ഞ ലെനോവയുടെ പ്രൈസ് എത്രയാണെന്നുള്ളത്, അതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 18,500 രൂപയാണ്. അത് ജസ്റ്റ് 18,500 രൂപ എന്നൊരു മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 12-ാം തീയതിക്ക് ശേഷം മെയ് 12-ാം തീയതിക്ക് ശേഷം വരുന്ന ഏത് വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോക്ക് ഞാൻ അത് നിങ്ങളുടെ മുമ്പിൽ തന്നെ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ അത് ആരാന്നുള്ളത് കാണിച്ചതിന് ശേഷം അതിൽ ഞാൻ ആ തിരഞ്ഞെടുത്ത മെസ്സേജിൻ്റെ താഴെ കമൻറ്റിലൂടെ ഞാൻ അറിയിക്കും. ഇനി അതല്ല പുള്ളി ചാനൽ നടത്തുന്ന ആളാണെങ്കിൽ പുള്ളിയുടെ ബയോയിലൊക്കെ പോയിട്ട് നമ്പർ ഉണ്ടോ നോക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. പുള്ളി എപ്പോഴും കാണുമ്പോൾ അത് തിരിച്ച് വിളിക്കുകയൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കണം. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും ഇനിയും പറയാനൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഇതിൽ നല്ലൊരു ടെക്നോളജി റിലേറ്റഡ് വീഡിയോ കൊണ്ടുവരാം. ബൈ.